वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആഗസ്റ്റ് മാസം 1-ാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും, മിഥുനത്തിൽ ചന്ദ്രനും, കർക്കിടകൻ രാശിയിൽ രവിയും, ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും, കന്നി രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ ശനിയും, മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില. ഇതിൽ ചന്ദ്രൻ മാത്രം 2.25 ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. കുംഭൻ രാശിയിലുള്ള അവിട്ടം 3-4 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1-2-3 പാദം, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ ലഗ്നഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും 1-2 വട്ടം ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും. ഇതുവരെ മന്ദനിലയിൽ നടന്നിരുന്ന പ്രവൃത്തികളൊക്കെ വേഗം നടക്കും. ശരീരത്തിന് ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാകും. ലഗ്നാധിപൻ്റെ വക്രഗതി കൊണ്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. ധനപരമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. കടുത്ത വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ ഒക്കെ ഉള്ള യോഗം കാണുന്നുണ്ട്. കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്നവർ സ്വന്തമായി വീട് വെച്ച് മാറി താമസിക്കാൻ കഴിയും. യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഉയർച്ച കാണുന്നു. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് മാസമധ്യത്തിന് ശേഷം വിവാഹത്തിന് അനുകൂലമായ സമയമാണ് കാണുന്നത്. ദമ്പതികൾ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും. സഹോദരങ്ങൾ നിമിത്തം ധനവരവ് ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖമൊക്കെ അനുഭവിക്കാൻ കഴിയും. പ്രേമത്തിലൊക്കെ ഏർപ്പെട്ടുള്ളവർക്ക് പ്രേമവിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. കടമൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും. ആരോഗ്യപരമായി സമയം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത്. നീർക്കെട്ട്, ജലസംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗശമനമൊക്കെ ഉണ്ടാകും. വഴക്ക്, കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും. സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കും. ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും. പിതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ദൈവാനുഗ്രഹമുള്ളൊരു സമയം തന്നെയാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.